ഹായ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊരു പുതിയ മെത്തേഡ് ചെയ്തായിരുന്നല്ലോ, ബാഗി മെത്തേഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ബാഗി മെത്തേഡിൻ്റെ ഒരു അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പലതരം സീഡ് ഇങ്ങനെ ബാഗി മെത്തേഡിലാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ഇപ്പോൾ 5 ദിവസമായി. അപ്പം 5-ാം ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിന് റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതെങ്ങനെയാണ് നമ്മൾ സീഡ് ട്രേയിൽ, അപ്പം ഞാനിങ്ങനെ സീഡ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെ നമ്മളിത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമെന്ന് പോവാണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഈ ബാഗി മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സീഡ്സ് നമുക്ക് സീഡ് ട്രേയിൽ ഇതേപോലെ സീഡ് ട്രേയിൽ ചെയ്തിട്ട് ജെർമിനേറ്റ് ആയില്ല. സോ ദെൻ ഐ പുട്ട് ഇറ്റ് ഓൺ ദ ഹീറ്റ് മാറ്റ് ആൻഡ് സ്റ്റിൽ ഇറ്റ് ഡിഡ്ന്റ് ജെർമിനേറ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ജെർമിനേഷൻ വന്നില്ല. അപ്പോൾ ബാഗി മെത്തേഡിൽ വേഗം ഒരു ബെറ്റർ വേ ഓഫ് ജെർമിനേറ്റിംഗ് സീഡ്സ് എന്നാണ് പറഞ്ഞത്. സീഡ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ, സോ ഇത് കണ്ടോ, ഇപ്പൊ സീഡിന്റെ റൂട്ട് വന്നേക്കണം കണ്ടോ ഇവിടെ. ഈ റൂട്ട്, സീഡിന്റെ റൂട്ട് നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ റൂട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ സീഡിന്റെ ഇങ്ങനെ റൂട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സീഡ് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ സീഡ് ട്രേയിൽ ഇടും. അപ്പോൾ സീഡ് സ്റ്റാർട്ടിങ് മിക്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് സ്റ്റിൽ കൺസിഡേർഡ് എ സീഡ്. ബട്ട് ഓൺലി തിങ് ഇസ് ആ റൂട്ട് വന്നത് കൊണ്ടിട്ട് നമുക്ക് ആ റൂട്ട് അതിന് സോയിലിലേക്ക് വെച്ചിട്ട് അഗൈൻ നമ്മൾ സെയിം ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കും. ഹീറ്റ് മാറ്റിൽ വെക്കാനുള്ളത് ഹീറ്റ് മാറ്റിൽ വെക്കും, ഇൻഡോർ വെക്കാനുള്ളത് ഇൻഡോർ വെക്കും. അങ്ങനെ നമ്മളിത് ഇതിൻ്റെ ലീഫ് വരുന്നത് വരെ നമ്മളതിനെ കെയർ ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർച്ചിൽ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പതുക്കെ ഈ സീഡ് എടുത്തിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ടൊമാറ്റോൻ്റെ വെറൈറ്റിയാണ് ബീഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞത്. അതെനിക്ക് 6 ഇട്ടിട്ട് ആകെ 1 ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായുള്ളൂ. ബട്ട് ഇൻ ദിസ് കേസ് ഐ പുട്ട് 1 2 3 4 5 6 ഇട്ടിട്ട് 5 നമുക്ക് ജെർമിനേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 അവിടെ ഇരിക്കും. ആൻഡ് ദെൻ വിൽ വെയിറ്റ് ടിൽ ഇറ്റ് ജെർമിനേറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഡേ കഴിയുന്ന വരെ ജെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദ സീഡ് ഇസ് നോട്ട് വയബിൾ. അപ്പോൾ നമുക്ക് വി ക്യാൻ ത്രോ ദാറ്റ് സീഡ് അവേ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ASC ഒരു ഹൈബ്രിഡ് വെറൈറ്റി ടൊമാറ്റോ ആണ്. ഇതിൻ്റെ റൂട്ടും വന്നിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ടും നന്നായിട്ട് കാണാം കണ്ടോ, ഇതിൻ്റെ റൂട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ബാഗിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സോയിലിടാം. ആൻഡ് ദെൻ സെവറൽ ഓഫ് ദം ടൊമാറ്റോ, ഇത് വേറൊരു വെറൈറ്റി ടൊമാറ്റോ ആണ്, അതിനും നന്നായിട്ട് ജെർമിനേറ്റ് ചെയ്തു. സോ വി വിൽ പുട്ട് ദാറ്റ് ഇൻ ദ സീഡ് ട്രേ. ഇത് വേറൊരു ടൊമാറ്റോ വെറൈറ്റി ആണ്. ഇതിൻ്റെ എല്ലാ ടൊമാറ്റോ സീഡും ജെർമിനേറ്റ് ആയി. അപ്പോൾ കണ്ടോ, ഇതിന് റൂട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ വെറൈറ്റിക്കും വന്നു. ചിലത് ജെർമിനേറ്റ് ആയിട്ടില്ല. അപ്പോൾ സോ വിൽ പുട്ട് ഇറ്റ് ബാക്ക് ഹിയർ ഇൻ ദ സെയിം. ഇതിപ്പോൾ ഇതിനും റൂട്ട് വന്നേക്കുന്നത് നമ്മളെടുത്ത് സീഡ് സോയിലിടും, അല്ലാത്തത് നമ്മൾ ഇതിനകത്ത് തന്നെ ലീവ് ചെയ്യും. സോ ദിസ് ഇസ് ചൈവ്സ്. എനിക്ക് ചൈവ്സ് 1 പോലും ജെർമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ ബാഗി മെത്തേഡിലായപ്പോഴത്തേക്കും ചൈവ്സ് ജെർമിനേറ്റ് ചെയ്തേക്കുന്നുണ്ടോ. സോ ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് മെത്തേഡ് ടു സ്റ്റാർട്ട് ദ സീഡ് ഗോയിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ പർട്ടിക്കുലർ ടെമ്പറേച്ചറും മോയ്സ്ചറൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം പോസിറ്റീവ് ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ഗ്രോ വെൽ. ഇത് ബഞ്ചിങ് അണിയനാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ റൂട്ട് വന്നേക്കുന്നത്. അപ്പോൾ 5 days ആയപ്പോൾ തന്നെ ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇത് വേറെ ടൈപ്പ് ഓഫ് ബഞ്ചിങ് അണിയൻ. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ സീഡ് വന്നിട്ടുണ്ട്. ഇത് ബോറേജ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് വലുതായി പോയി റൂട്ട്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം അത് ഇടാനായിട്ട്. അപ്പോൾ 2nd day നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായില്ല. 3rd and 4th day ഞാൻ നോക്കാനായിട്ട് എനിക്ക് ബിസി ആയിപ്പോയി.
സോ ഇതേപോലത്തെ കുഞ്ഞ് തൈം എനിക്ക് ഒട്ടും സക്സസ്ഫുൾ ആയിരുന്നില്ല. ഞാൻ തൈം സോയിലിൽ നട്ടിട്ട് ഇത് നോക്കിയേ, ഇപ്പോൾ ബാഗി മെത്തേഡിൽ തൈം എല്ലാ റൂട്ടും വന്നു. സോ we'll have to transplant this carefully into the cells. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബീഫ് സ്റ്റേക്കിൻ്റെ സീഡ് എടുത്തിട്ട് നമ്മുടെ ഈ സീഡ് സെല്ലിൽ ഇടും. ഓക്കെ, സോ ലെറ്റ് സീ ഹൗ ദാറ്റ് ഗോസ്. അപ്പോൾ കെയർഫുൾ ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നമ്മൾ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ ഈ ടിഷ്യൂമെന്ന് നമ്മൾ ഈ സീഡ് ഇങ്ങനത്തെ ഒരു ട്വീസർ വെച്ചിട്ട് ആ സീഡുമേ പിടിച്ചിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. റൂട്ട് ഒട്ടും ഡാമേജ് ആകാതെ ഉണ്ടോ. എന്നിട്ട് പതുക്കെ സോയിലിലേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ കുഞ്ഞ് ഹോൾ ഉണ്ടാക്കും. ആൻഡ് സോ റൂട്ട് അകത്തേക്ക് പോകണത്ര ഡെപ്തിൽ നമ്മൾ ഒരു ഹോള് ഇങ്ങനെ ചെയ്തിട്ട് ഈ സീഡുമേ പിടിച്ച് റൂട്ട് ഡാമേജ് ആവാതെ we'll just put this inside and then slowly നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കും. കണ്ടോ, അപ്പോൾ അങ്ങനെ നമ്മളതിനകത്ത് ഇങ്ങനെ ഇട്ടു. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തതും ചെയ്യും. അപ്പോൾ ഓരോ സെല്ലിൽ ഓരോന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വേസ്റ്റേജ് ഉണ്ടാവില്ല. ഈ മെത്തേഡ് ഉണ്ടോ, ഇങ്ങനെ നമ്മൾ പതുക്കെ എടുക്കുക, അടുത്ത സീഡ് ട്രേയിൽ വെക്കുക. അതിൻ്റെ റൂട്ടിൻ്റെ ഇതനുസരിച്ച് വിഡ്ത്ത് അനുസരിച്ച് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ഹോള് ഉണ്ടാക്കുക. എന്നിട്ട് പതിയെ ഇത് സീഡുമേ പിടിച്ചിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുക. സോ ദ റൂട്ട് ഗോസ് ഇൻസൈഡ്. എന്നിട്ട് നമ്മൾ പതുക്കെ മൂടി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് വേർമിക്കുലേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൈൻ. നമ്മൾ അങ്ങനെ ഇപ്പം മൂന്നാമത്തത് എടുക്കുക. ഒളി തിങ് ഈസ് നമ്മൾ എടുക്കുമ്പോൾ റൂട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ റൂട്ട് പൊട്ടാതെ എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ഞാനിപ്പോൾ 3-ാമത്തെ ദിവസം നോക്കിയിട്ട് 4-ാമത്തെ ദിവസം നോക്കിയില്ല. സോ 4-ാമത്തെ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൂട്ട് അധികം വലുതാവാതെ ഇത് എടുക്കാമായിരുന്നു. ഇതിപ്പോൾ റൂട്ട് വലുതാവും തോറും നമുക്കിത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് റൂട്ട് പൊട്ടിപ്പോവും. എന്നിട്ട് ഇങ്ങനെ സോയിൽ വെച്ചിട്ട് പതുക്കെ മൂടിക്കൊടുക്കുക. then we have one more. അപ്പോൾ അതേപോലെ ഒരു ഹോൾ എടുക്കുക. ആൻഡ് പതുക്കെ സീഡുമേ പിടിച്ചെടുക്കുക. റൂട്ടുമേ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റൂട്ടിങ് പോരും. കണ്ടോ, ഇതിൻ്റെ റൂട്ട് ഒടിഞ്ഞു പോയി. ഇതിൻ്റെ റൂട്ട് ഒടിഞ്ഞു പോയപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് ചീത്തയായി പോയി. ഒരെണ്ണം നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ പൊട്ടാതെ എടുത്താൽ, റൂട്ട് പൊട്ടാതെ എടുത്താൽ നമുക്കിങ്ങനെ പതുക്കെ സോയിൽ വെച്ച് കൊടുക്കുക. and then മൂടുക. അത് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചെയ്യണം എന്നാണ്. so that it's easy for the seed and easy for us to transplant. അപ്പോൾ ഇതിനകത്ത് ഇനി 2 എണ്ണം ഉണ്ട്. 2 എണ്ണം ജെർമിനേറ്റ് ചെയ്തിട്ടില്ല. so what we will do is, ഇതിന് മോയ്സ്ചർ ഉണ്ടാവും നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം നല്ല മോയ്സ്ചർ ഉണ്ട്. നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ടാണല്ലോ വെച്ചത്. ഡ്രൈ ആയെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രൈ ആണത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സോഗി ആക്കാതെ പതുക്കെ ഒന്ന് നനച്ചിട്ട് തിരിച്ച് നമ്മൾ ട്രെയിൽ തന്നെ വെക്കും. സോ ആൻഡ് ദെൻ വിൽ ലുക്ക് ആഫ്റ്റർ couple days. അപ്പോൾ ഇതിൻ്റെ മുകളിലിപ്പോൾ നമ്മൾ പതുക്കെ കുറച്ച്
വെർമിക്കുലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. എന്തായാലും ഈ വെർമിക്കുലൈറ്റിൻ്റെ അകത്ത് കൂടെ ഇത് സ്പ്രൗട്ട് ചെയ്ത് പോകുന്നോളും. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ആൻഡ് പതുക്കെ നമ്മളിതിനെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴെ ട്രേയിൽ ബോട്ടം ട്രേ വെള്ളം ഒഴിച്ചു കൊടുക്കും. സോ ദാറ്റ് ദ റൂട്ട് ക്യാൻ ഗെറ്റ് വാട്ടർ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പുറത്തേക്ക് സ്പ്രൗട്ട് ചെയ്ത് വരും. കഴിയുക. അപ്പോൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചു. സോ ഇറ്റ്സ് എ ഗുഡ് മെത്തേഡ്. ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് ജെർമിനേറ്റ് ചെയ്യുമെന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങളെ അടുത്ത അപ്ഡേറ്റ് കാണിക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.